നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ദുബായ് തീരത്ത് കുവൈത്ത് എണ്ണക്കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം. തീ നിയന്ത്രണ വിധേയമായെന്ന് അധികൃതർ. ദുബായ് തുറമുഖത്തിന് സമീപം നങ്കൂരമിട്ടിരിക്കുന്ന കുവൈത്ത് എണ്ണക്കപ്പലായ അൽ സാൽമിക്ക് നേരെ ഇറാനിയൻ ഡ്രോൺ ആക്രമണം നടന്നു. ഇന്ന് പുലർച്ചെ 12:30-ഓടെയാണ് സംഭവം. ക്രൂഡ് ഓയിൽ നിറച്ചിരുന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കപ്പലിന്റെ ഉൾഭാഗത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. എന്നാൽ ദുബായിലെ എമർജൻസി റെസ്പോൺസ് ടീമും ഫയർഫോഴ്സും ചേർന്ന് തീ പൂർണ്ണമായും അണച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരും സുരക്ഷിതരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ അറിയിച്ചു. മഞ്ഞയിൽ മങ്ങി സഞ്ജു, ആരാധകർക്ക് നിരാശ. ആദ്യമായിട്ടാണ് IPL രാജസ്ഥാനെതിരെ കളിക്കാൻ പോകുന്നത്. പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകാരികമായി ചിന്തിക്കാറില്ല. കളി തന്നെയാണ് പ്രധാനം. 2020 ലോകകപ്പിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ രാജസ്ഥാനെതിരെ കളിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സഞ്ജുവിന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു. പക്ഷേ IPL തന്റെ പുതിയ തട്ടകത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ പഴയ ടീമിനെതിരെ കൊമ്പ് കോർത്തപ്പോൾ സഞ്ജുവിന് കൈവിറച്ചോ? ആരാധകരുടെ സംശയം ഇതാണ്. 11 വർഷക്കാലം രാജസ്ഥാനൊപ്പമായിരുന്ന 5 വർഷക്കാലം ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന സഞ്ജുവിനെ ചെന്നൈയിലേക്കുള്ള മാറ്റത്തിന് ശേഷം ആദ്യ മത്സരത്തിൽ തന്നെ രാജസ്ഥാനെയാണ് നേരിടേണ്ടി വന്നത്. മഞ്ഞ ജേഴ്സിയിലുള്ള സഞ്ജുവിന്റെ അരങ്ങേറ്റത്തിന് കാത്തിരുന്ന ആരാധകരെ പക്ഷേ ചേട്ടൻ നിരാശപ്പെടുത്തി. രാജസ്ഥാനെതിരായ മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ചെന്നൈയുടെ 2-ാം ഓവറിൽ തന്നെ സഞ്ജു പുറത്തായി. 7 പന്തിൽ 6 റൺസ് മാത്രമാണ് സമ്പാദ്യം. 2020 ലോകകപ്പിലെ താരമായ ശേഷം കളിച്ച ആദ്യ മത്സരത്തിലാണ് സഞ്ജുവിന് കാലിടറിയത്. ഇറാനിൽ വൻ സ്ഫോടനം. വീഡിയോ പുറത്തുവിട്ട് ട്രംപ്. ഉപയോഗിച്ചത് ബങ്കർ ബസ്റ്റർ ബോംബ്. ഇറാനിൽ വൻ ആക്രമണം നടത്തിയതിന്റെ തെളിവായി വീഡിയോ പുറത്തുവിട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വീഡിയോയ്ക്കൊപ്പം കുറിപ്പുകളൊന്നുമില്ല. ഇറാനിലെ ഇസ്ഫഹാനിലാണ് ആക്രമണം നടന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബദർ സൈനിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. 2000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇസ്ഫഹാനിലെ ആയുധശാലയിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യുറേനിയം സൂക്ഷിച്ചിരുന്ന കേന്ദ്രം കൂടിയാണ് ഇസ്ഫഹാൻ എന്നാണ് US വിലയിരുത്തൽ. കഴിഞ്ഞ വർഷവും US ഇസ്ഫഹാനെ ലക്ഷ്യമിട്ടിരുന്നു. വാങ്ങാൻ തിരക്ക് കൂടുമ്പോൾ വിലയും കുതിച്ചു. സ്വർണം വീണ്ടും റെക്കോർഡിലേക്ക്. സ്വർണ്ണവില വീണ്ടും കുതിച്ചുകയറ്റം തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിലെ വിലയിടിവ് മുതലെടുത്തുള്ള വാങ്ങൽ താല്പര്യമാണ് പ്രതികൂല കാലാവസ്ഥയിലും സ്വർണത്തിന് തിരിച്ചു കയറാനുള്ള ആവേശമായത്. രാജ്യാന്തര വില ഔൺസിന് $110.81 വർദ്ധിച്ച് $4493.79 എത്തി. ഒരു ഘട്ടത്തിൽ $4352.81 വരെ ഇടിഞ്ഞ ശേഷമാണ് കരകയറ്റം. ഇതിന്റെ ചുവട് പിടിച്ച് കേരളത്തിൽ ഇന്നും രാവിലെ ഗ്രാമിന് 230 രൂപ ഒറ്റയടിക്ക് കയറി വില 13,575 രൂപയിലെത്തി. 1,840 രൂപ വർദ്ധിച്ച് 1,08,600 രൂപയാണ് പവൻ വില. മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ ചികിത്സയെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങൾ വീണ്ടും ചൂടുപിടിക്കുന്നു. തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കെതിരെ പ്രതികരണവുമായി ഭാര്യ മറിയാമ്മ ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ ചികിത്സയ്ക്കായി സർക്കാർ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചത് കുടുംബത്തോട് ഉമ്മൻചാണ്ടിയോട് ആലോചിക്കാതെ ആയിരുന്നുവെന്ന് മറിയാമ്മ പറഞ്ഞു. ഇതിനു പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അത് ആരൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നില്ലെന്നും അവർ പറഞ്ഞു. ചാണ്ടി ഉമ്മന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കടുംവെട്ടിടാനായിരുന്നു ശ്രമം. എന്നാൽ അത് വിജയിച്ചില്ല. അതേസമയം ചാണ്ടി ഉമ്മന് മന്ത്രിയാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല. നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച് UDF അധികാരത്തിൽ വരുമെന്ന് താൻ പ്രത്യാക്ഷിക്കുന്നു. അതേസമയം മകൾ മറിയയുടെ മത്സരത്തിൽ താൻ നിന്നത് ചാണ്ടി ഉമ്മന്റെയും ഉമ്മൻചാണ്ടിയുടെയും നിലപാടിനൊപ്പമെന്നും മറിയാമ്മ ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.